നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിനു കുര്യാക്കോസ്. പ്രധാന വാർത്തകൾ. നെല്ലിന്റെ സംഭരണ വില 1800 നിന്നും 2000 ആക്കി ഉയർത്തുമെന്ന ധനകാര്യമന്ത്രി KM മാണി. വിവരാവകാശ നിയമപ്രകാരം മിച്ചഭൂമി രേഖകൾ ആവശ്യപ്പെട്ടപ്പോൾ മണ്ണാൻ വെച്ച അപേക്ഷയായി കണ്ട് വിവരങ്ങൾ തന്നില്ലെന്ന് കേരള മണ്ണാൻ സഭ. മങ്കൊമ്പുകാരുടെ ദീർഘകാല സ്വപ്നത്തിന് ചിറകുമുളച്ചു. മണിമലയാറിന് കുറുകെ മങ്കൊമ്പ് സിവിൽ സ്റ്റേഷൻ പാലം. കുംഭച്ചൂടിൽ ഉടൽ വെന്ത് യാത്രക്കാർ. കയറി നിൽക്കാനുള്ള തണലിടങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് നശിപ്പിച്ചു. വാർത്തകൾ വിശദമായി. നെല്ലിന്റെ സംഭരണ വില 1800 നിന്ന് 2000 ആക്കി ഉയർത്തുമെന്ന് ധനകാര്യമന്ത്രി KM മാണി. അടിസ്ഥാന വികസനം ഉണ്ടാകേണ്ടത് കാർഷിക മേഖലയിലാണെന്നും KM മാണി പറഞ്ഞു. കുട്ടനാടൻ ജനത പണിയായുധം താഴെ വെച്ചാൽ കേരളത്തിന്റെ ഭക്ഷ്യവ്യവസ്ഥ തകിടം മറിയും. നെല്ലിന്റെ സംഭരണ വിലയുമായി ബന്ധപ്പെട്ട ഫയൽ മറ്റ് വകുപ്പുകൾ ശുപാർശ ചെയ്ത് ധനകാര്യ വകുപ്പിൽ വരുന്ന നിമിഷം ക്ലിയറൻസ് നൽകുമെന്നും KM മാണി പറഞ്ഞു. നെല്ല് സംഭരണ വില ഉയർത്തുന്ന കാര്യത്തിൽ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. കുട്ടനാട് MLAയും കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷും എപ്പോഴും കർഷകരുടെ പക്ഷത്ത് നിൽക്കുന്നവരാണ്. കാവാലം തട്ടാശ്ശേരി പാലം ഗവൺമെന്റ് താമസിയാതെ തന്നെ യാഥാർത്ഥ്യമാക്കി തരും. മങ്കൊമ്പ് +2 സ്കൂൾ അനുവദിക്കുന്ന കാര്യവും പരിഗണനയിലുണ്ടെന്നും KM മാണി പറഞ്ഞു. നെല്ലിന്റെ സംഭരണ വില 1800. അത് നിങ്ങൾ 23, 25, 30 ഒക്കെ വേണമെന്ന് പറഞ്ഞാലും ഒരു 2 രൂപ കൂടെ കൂട്ടി ഒരു 20 രൂപ എന്ന് പറയുന്നത് ന്യായമാണ് എന്നാണ് എൻ്റെ ന്യായമാണ് എന്നെനിക്ക് തോന്നുന്ന ആ കാര്യം. അതിൻ്റെ ഫയൽ മറ്റ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ ശുപാർശ ചെയ്ത് ധനകാര്യ വകുപ്പിൽ വരുന്ന നിമിഷത്തിൽ അതിന് ക്ലിയറൻസ് തരാം. അതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ തോമസ് ചാണ്ടിയും കൊടിക്കുന്നിൽ സുരേഷുമാണ് നോക്കേണ്ടത്. അവർ നോക്കുന്നുണ്ട്. നമ്മുടെ MLAയും നമ്മുടെ MPയും കൃഷിക്കാരോട് വളരെ ആഭിമുഖ്യമുള്ളവരാണ്. എപ്പോഴും കൃഷിക്കാരുടെ കൂടെ നിൽക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു നേട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം സംഭരണ വില ഇന്ന് വളരെ കുറവാണ്. ആ സംഭരണ വില ഉയർത്തുന്ന കാര്യത്തിൽ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. വേണ്ട സമയത്ത് വേണ്ട നിലയിൽ അതിന്മേൽ നടപടി സ്വീകരിക്കുന്നതാണ് എന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുകയാണ്. പിന്നീടുള്ളത് ഇവിടെ കാവാലം തട്ടാശ്ശേരി പാലം. ആ പാലത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷനൊക്കെ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ബഡ്ജറ്റിൻ്റെ സമയത്ത് ഞാനത് തോമസ് ചാണ്ടി തന്നെ പലപ്പോഴും എന്നോട് അത് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അത് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനൊക്കെ നടന്നു കഴിഞ്ഞിരിക്കുന്ന അത് ഇപ്പം നമ്മുടെ MPയും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ കാവാലം തട്ടാശ്ശേരി പാലം തീർച്ചയായും ഗവൺമെന്റ് ഇന്നല്ലെങ്കിൽ നാളെ അത് യാഥാർത്ഥ്യമാക്കി തരും എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുള്ള ക്ലിയറൻസ് ഗവൺമെന്റ് വേണ്ട സമയത്ത് നൽകിക്കൊള്ളാം. അത് എത്രയും വേഗം നമുക്ക് ഇതിന്റെ നിർമ്മാണത്തിലേക്ക് കടക്കാം എന്നുള്ളതാണ്. +2 അനുവദിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കേരളത്തിൽ +2 അനുവദിക്കട്ടെ. അനുവദിച്ചു കഴിയുമ്പോൾ മങ്കൊമ്പ് ഉണ്ടായിരിക്കും. ഉണ്ടായില്ലെങ്കിൽ അന്നേരം നിങ്ങൾ എന്നെ ഉറപ്പിച്ചാൽ മതി, ഞാനങ്ങ് ഉത്തരവിടും. ഒരു കാര്യമുള്ളൂ. ഏതായാലും ആ നിലയ്ക്ക് നമുക്ക് മങ്കൊമ്പിനെ സംബന്ധിച്ചിടത്തോളം മങ്കൊമ്പിന് ന്യായമായ ചില കാര്യങ്ങൾ നമ്മുടെ കുട്ടനാട് മേഖലയിൽ വാസ്തവത്തിൽ വളരെ കൂടുതൽ പരിഗണന അർഹിക്കുന്ന ഒരു പ്രദേശമാണ്. മങ്കൊമ്പ് സിവിൽ സ്റ്റേഷൻ പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടനാട് MLA തോമസ് ചാണ്ടി അധ്യക്ഷത വഹിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കുട്ടനാട്ടിലെ മിച്ചഭൂമി സംബന്ധിച്ച വിവരങ്ങൾക്കായി വിവരാവകാശ നിയമപ്രകാരം കേരള മണ്ണാൻ സഭ അപേക്ഷ വെച്ചപ്പോൾ മണ്ണാന്മാർ വെച്ച അപേക്ഷയായി കണ്ട് തള്ളിക്കളഞ്ഞെന്ന് കേരള മണ്ണാൻ സഭ കുട്ടനാട് താലൂക്ക് സെക്രട്ടറി KJ സുനിൽകുമാർ. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടനാട്ടുകാരായ അപേക്ഷകർക്ക് കാസർഗോഡ് ജില്ലയിൽ ഭൂമി അനുവദിക്കുന്ന നടപടി അവസാനിപ്പിക്കണം. അതാത് ജില്ലയിൽ തന്നെ ഭൂമി അനുവദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വീട് വയ്ക്കാൻ 10 സെന്റ് സ്ഥലവും കൃഷിക്കായി 1 ഏക്കർ നിലവും അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരള മണ്ണാൻ സഭ കുട്ടനാട് താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ താലൂക്ക് ഓഫീസ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
എത്ര ഏക്കർ മിച്ചഭൂമി വിതരണം ചെയ്തു, പട്ടികജാതി പട്ടികവർഗത്തിന് എത്ര ഏക്കർ നൽകി, ഇനിയും എത്ര ഏക്കർ മിച്ചഭൂമി ഉണ്ട്, ഇതിൽ നിന്നും പട്ടികജാതി പട്ടികവർഗത്തിന് എത്ര ഏക്കർ നൽകും എന്നായിരുന്നു നമ്മുടെ ചോദ്യം. എന്നാൽ ബന്ധപ്പെട്ട അധികാരികൾ തന്നിട്ടുള്ള ഉത്തരം ഞാനൊന്ന് പറയുകയാണ്, വെറും വിവരക്കേടെന്നല്ലാതെ ഇതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു പട്ടികജാതി ഒരു മണ്ണാൻ കൊടുത്ത അപേക്ഷയായിട്ട് മാത്രം കണ്ടുകൊണ്ടാണ് ഇതിന് അവരൊരു മറുപടി തന്നത്. ഏറ്റെടുത്തതും വിതരണം ചെയ്തതുമായിട്ടുള്ള മിച്ചഭൂമിയുടെ വിവരങ്ങൾ ക്രോഡീകരിച്ച് സൂചിപ്പിച്ചിട്ടില്ലെന്നും വെള്ളപ്പൊക്കം മൂലവും ഓഫീസ് കെട്ടിടം പലതവണ മാറിയതിനാലും മിച്ചഭൂമി ഏറ്റെടുത്തതും പതിച്ചു നൽകിയതുമായിട്ടുള്ള പല ഫയലുകളും രജിസ്റ്ററുകളും നഷ്ടപ്പെട്ടുള്ളതെന്നാണ്. ഞാൻ ചോദിക്കുകയാണ്, ഈ തന്ന ഉദ്യോഗസ്ഥൻ ഈ കേരളത്തിലല്ലേ ജീവിച്ചത് വളർന്നതെന്ന്? കാരണം കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം സർവ്വസാധാരണമാണ്. സർവ്വസാധാരണമായി കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ഓഫീഷ്യൽ ഫയലുകൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ആരെ സഹായിക്കാനാണ്? ഇവിടുത്തെ ഭൂമാഫിയയെയും മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി മാത്രം തന്ന ഒരു മറുപടിയായിട്ടാണ് കേരള മണ്ണാൻ സമിതിയെ വിലയിരുത്തുകയും അതിനുവേണ്ടി നമ്മൾ രണ്ടാമതായി അപ്പീൽ കൊടുക്കുകയും ചെയ്തതാണ്. കുട്ടനാട്ടിൽ 10,000-ലധികം ഹെക്ടർ ഭൂമി സർക്കാർ കൈവശമുണ്ടെന്നിരിക്കെയാണ് പാവങ്ങളെ കാസർകോട്ടേക്ക് ആട്ടിപ്പായിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരം കുട്ടനാട്ടിലെ മിച്ചഭൂമി സംബന്ധിച്ച രേഖകൾ ആവശ്യപ്പെട്ടപ്പോൾ നഷ്ടപ്പെട്ടുപോയി എന്നായിരുന്നു താലൂക്ക് അധികാരികൾ നൽകിയ മറുപടി. ഇതിനെതിരെ തഹസീൽദാർക്ക് അപ്പീൽ കൊടുത്തപ്പോഴാണ് മിച്ചഭൂമി സംബന്ധിച്ച ഏകദേശ വിവരങ്ങളെങ്കിലും ലഭ്യമായത്. മിച്ചഭൂമി സംബന്ധിച്ച രേഖകൾ ഉദ്യോഗസ്ഥർ മുക്കിയത് ഭൂമാഫിയകളെയും അനധികൃത കയ്യേറ്റക്കാരെയും സഹായിക്കാനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. PK ഭാർഗവൻ, KN ശശിധരൻ, സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മങ്കൊമ്പ് സിവിൽ സ്റ്റേഷൻ പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ധനമന്ത്രി KM മാണി നിർവഹിച്ചു. കുട്ടനാട് നിയോജക മണ്ഡലത്തിലെ ചമ്പക്കുളം, പുളുങ്ങുന്ന് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മങ്കൊമ്പ് സിവിൽ സ്റ്റേഷൻ പാലം നാട്ടുകാരുടെ ദീർഘകാല ആവശ്യമായിരുന്നു. കുട്ടനാടിന്റെ വടക്കൻ മേഖലയുടെ സമഗ്ര വികസനത്തിനാണ് പാലം വരുന്നതോടെ വഴി തുറക്കുന്നത്. കുട്ടനാട് MLA തോമസ് ചാണ്ടി അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി കൊടുക്കുന്നൽ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഇതിൽ കൂടുതൽ സന്തോഷകരമായ ഒരു കാര്യമില്ല. എത്രയോ കാലമായി നമ്മളെല്ലാവരും മനസ്സിൽ സൂക്ഷിക്കുന്നൊരു കാര്യമാണ് മങ്കൊമ്പ് പാലം. ഒന്ന്, അതിന് ചരിത്രപരമായ അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്ന ഒന്ന് മങ്കൊമ്പാണ്. എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഒരു മങ്കൊമ്പുണ്ട്, ഇവിടെ ഈ ഒരു മങ്കൊമ്പുണ്ട്. പാലായെപ്പോലെ തന്നെ കുട്ടനാടിനെ കരുതണമെന്ന് പറഞ്ഞു. ചാച്ചനോടാണോ അമ്മച്ചിയോടാണോ കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ച പോലെ പാലായോടാണോ കുട്ടനാടിനോടാണോ എന്ന് ചോദിച്ചാൽ പാലായോടും കുട്ടനാടിനോടും ഒരുപോലെ എനിക്കിഷ്ടമാണ്. കുട്ടനാടിനോടുള്ള ആഭിമുഖ്യം, കുട്ടനാടില്ലെങ്കിൽ കൃഷിയില്ല, കൃഷിയില്ല, കേരള കോൺഗ്രസും ഇല്ല, തോമസ് ചാണ്ടിയും ഇല്ല. അപ്പൊ എല്ലാവരും ഞങ്ങളൊക്കെ കൊടിക്കുന്നിൽ സുരേഷും ഇല്ല, ഞങ്ങളൊക്കെ കൃഷിക്കാർക്ക് വേണ്ടി സമർപ്പണം ചെയ്തിരിക്കുന്ന ആളുകൾ ആദ്യം മുതൽ. ചീഫ് എഞ്ചിനീയർ PK സതീശൻ, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ തോമസ് മാത്യു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് U പ്രതിഭാകരി, ജില്ലാ കളക്ടർ N പത്മകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന്റെ മറവിൽ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായിരുന്ന വെയിറ്റിംഗ് ഷെഡുകൾ പൊതുമരാമത്ത് വകുപ്പ് പൊളിച്ചു നീക്കി. ജനങ്ങൾ പൊരിവെയിലത്ത് ബസ് കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ് നെടുമുടി പൂപ്പള്ളി ജംഗ്ഷനിൽ. കുമ്പച്ചൂടിൽ ആനവണ്ടി കാത്തിരിക്കുന്നവർക്ക് അല്പം ആശ്വാസമേകിയിരുന്ന തണൽപുരയാണിത്. അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന്റെ പേരിൽ PWD ഈ വെയിറ്റിംഗ് ഷെഡ് കുത്തിപ്പൊളിച്ച് ആത്മനിർവൃതി അടയുകയാണ്. AC റോഡിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പൂപ്പള്ളി ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന 2 വെയിറ്റിംഗ് ഷെഡുകൾ PWD പൊളിച്ചു നീക്കിയത്. 4 കൂടിയ ജംഗ്ഷനായതിനാൽ അപകടങ്ങൾ ഇവിടെ വർദ്ധിച്ചിരുന്നു. ജംഗ്ഷനിൽ നിന്ന് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നീക്കി വെയിറ്റിംഗ് ഷെഡും ബസ് സ്റ്റോപ്പും സ്ഥാപിക്കുകയായിരുന്നു. എന്നാൽ വെയിറ്റിംഗ് ഷെഡ് സ്ഥാപിച്ച് 2 ആഴ്ചയ്ക്കകം തന്നെ പൊതുമരാമത്ത് വകുപ്പ് JCB ഉപയോഗിച്ച് ഇവ പൊളിച്ചടുക്കി. പൂപ്പള്ളി ചമ്പക്കുളം ഭാഗത്തു നിന്നും പൂപ്പള്ളി കൈനകരി ഭാഗത്തു നിന്നും വാഹനങ്ങൾ തുടർച്ചയായി എത്തുന്നതിനാലാണ് ബസ് സ്റ്റോപ്പ് മാറ്റി സ്ഥാപിച്ചത്. എന്നാൽ ഇപ്പോൾ എവിടെയാണ് ബസ് സ്റ്റോപ്പ് എന്നറിയാതെ ജനങ്ങളും KSRTC ഡ്രൈവർമാരും കുഴങ്ങുകയാണ്. ആയിരക്കണക്കിന് യാത്രികർക്ക് തണലേകിയിരുന്ന ഇവ പൊളിച്ചു നീക്കിയതുകൊണ്ട് ആർക്കെന്ത് പ്രയോജനമെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. കൈനകരിയിൽ നിന്നും ചമ്പക്കുളത്തും വരുന്ന ഉപറോഡുകൾ സന്ധിക്കുന്ന സ്ഥലമാണ് ഈ പൂപ്പള്ളി ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ വളരെ തിരക്കേറിയ ഒരു ജംഗ്ഷനാണ്. അപ്പോൾ വാഹനാപകടങ്ങൾ പലവട്ടം നിരന്തരമായി ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ
ബസ് സ്റ്റോപ്പ് കിഴക്കോട്ടും പടിഞ്ഞോട്ടും മാറുന്ന ഒരു രീതിയിൽ ഇവിടെ ഒരു തീരുമാനമുണ്ടായി. അതിൻ്റെ അധികാരികളാണ് ഈ വെയിറ്റിംഗ് ഷെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട, ബസ് സ്റ്റോപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട സാഹചര്യം ഉണ്ടായത്. അതിനുശേഷമാണ് ബസ് സ്റ്റോപ്പ് മാറ്റിയതിന് ശേഷമാണ് ഇങ്ങനെ ഉള്ള ഒരു വെയിറ്റിംഗ് ഷെഡ് അപ്പുറയും ഇപ്പുറയും രണ്ട് സൈഡിലായിട്ട് യാത്രക്കാരുടെ ഈ ദുരിതം കണ്ടുകൊണ്ട് ദയാലുക്കളായ 2 സന്മനസ്സുകളാണ് ഇത് ചെയ്തതെന്നാണ് അറിയുന്നത്. ആരാണെന്നുള്ളത് സ്പോൺസർ ചെയ്ത അതിൻ്റെ ബോർഡൊന്നും ഇല്ല എങ്കിൽ പോലും അത് സ്പോൺസർ ചെയ്താണെന്നാണ് പൊതുവായിട്ടുള്ള അറിവ്. അത് നിലവിൽ വന്ന ഒരാഴ്ച യാത്രക്കാർ അതിൽ കയറിയിരിക്കുകയും ഈ ദുരിതപൂർണമായിട്ടുള്ള ഈ വെയിലത്ത് അതിശക്തമായ വെയിലത്ത് ഈ 4-5 സ്കൂളിലെ കുട്ടികൾ പോവുകയും വരികയും ചെയ്യുന്ന ഒരു സ്ഥലം കൂടി ആയതിനാൽ ആ വെയിറ്റിംഗ് ഷെഡ് വളരെ ഉപകാരപ്രദമായിരുന്നു. അത് പൊളിച്ചു കളഞ്ഞതിൻ്റെ പേരിൽ ഇപ്പോൾ കൃത്യമായി ട്രാൻസ്പോർട്ട് ബസ് ഒരു സ്റ്റോപ്പിലും ഇപ്പം പ്രത്യേകമായ സ്റ്റോപ്പില്ലാത്തതുകൊണ്ട് നിർത്തുന്നില്ല. കിഴക്കോട്ടും പടിഞ്ഞോട്ടും മാറ്റി നിർത്തുന്നത് കൊണ്ട് വളരെയേറെ സ്ത്രീകളും കുട്ടികളും AC റോഡിൽ ഓടി നടന്നാണ് ഇപ്പോൾ ബസ് കയറുന്നത്. അത്ര ദയനീയമായ കാഴ്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പ്രതികരിക്കാനായിട്ട് ഇതുവരെ ആരും മുന്നോട്ട് വന്നിട്ടില്ല. വമ്പൻ കയ്യേറ്റങ്ങളെയും നിലനികത്തിനെയും കണ്ടില്ലെന്ന് നടിക്കുന്നവർ പാവങ്ങളുടെ തണലാണ് ഇല്ലാതെയാക്കിയത്. അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ പണ്ടൊരു വിദ്വാൻ 3 പുലിക്കുട്ടികളെയും കൂട്ടി മൂന്നാറിലേക്ക് പുറപ്പെട്ട കഥ ജനങ്ങൾ മറന്നിട്ടില്ല. അവർ തിരിഞ്ഞോടിയ വഴിയിൽ ഇന്നും പുല്ലുകളെത്തിട്ടില്ല എന്നതാണ് വാസ്തവം. ഇലക്ഷൻ എത്തുമ്പോൾ മാത്രം ജനപ്രതിനിധികൾക്ക് ആവശ്യമുള്ള പബ്ലിക്കിനെ പൊതുജനമെന്ന കഴുതയെ ആർക്കു വേണം? KCV വാർത്തകൾക്ക് വേണ്ടി ക്യാമറാമാൻ വിനോദ് കൈനകരിക്കൊപ്പം ഹരീഷ് കൃഷ്ണൻ. കുട്ടനാട്ടിലെ ഭൂരഹിതർക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ധനകാര്യമന്ത്രി KM മാണി. മങ്കൊമ്പ് സിവിൽ സ്റ്റേഷൻ പാലത്തിന്റെ ഉദ്ഘാടനത്തിനെത്തിയപ്പോഴാണ് മന്ത്രി ഈ ഉറപ്പ് നൽകിയത്. കുട്ടനാട്ടിലെ ഭൂരഹിതർക്ക് മിച്ചഭൂമി അനുവദിച്ചത് കാസർഗോഡ് ജില്ലയിലാണെന്ന് കേരള മണ്ണാൻ സഭ കുട്ടനാട് താലൂക്ക് സെക്രട്ടറി അറിയിച്ചപ്പോഴാണ് മന്ത്രിയുടെ പ്രതികരണം. കുട്ടനാട്ടിലെ ഭൂരഹിതർക്ക് 3 സെന്റ് ഭൂമി അനുവദിച്ചത് കാസർഗോഡ് ജില്ലയിലാണ്. ഇതിനെതിരെ കേരള മണ്ണാൻ സഭ താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ നടത്തവെയാണ് മന്ത്രി പന്തലിലെത്തി വിഷയം ആരാഞ്ഞത്. കുട്ടനാടിന്റെ ആവാസ വ്യവസ്ഥയിൽ ജീവിച്ച തങ്ങൾക്ക് കാസർഗോഡ് ജീവിക്കാനാവില്ലെന്ന് കേരള മണ്ണാൻ സഭ താലൂക്ക് സെക്രട്ടറി KJ സുനിൽകുമാർ മന്ത്രിയെ അറിയിച്ചു. ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷും ഉറപ്പു നൽകിയതായും സുനിൽകുമാർ പറഞ്ഞു. മിച്ചഭൂമി സംബന്ധിച്ച ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് ഭൂരഹിതർക്ക് ഭൂമി നൽകുവാനുള്ള നടപടി സ്വീകരിക്കുമെന്നും കുട്ടനാട് MLA തോമസ് ചാണ്ടിയും പറഞ്ഞു. പാടശേഖരങ്ങൾക്ക് അടിയന്തരമായി അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക സദസ്സും സെമിനാറും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാമങ്കരി നെൽകർഷക സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 22-ന് പകൽ 11-നാണ് പരിപാടി. രാമങ്കരി മാരാമ്പറമ്പ് ബിൽഡിംഗിൽ നടക്കുന്ന കർഷക സദസ് തോമസ് ചാണ്ടി MLA ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് പ്രതിഭാഹരി അധ്യക്ഷത വഹിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 2-ന് നടക്കുന്ന സെമിനാർ മുൻ MLA ഡോക്ടർ KC ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ഫാദർ തോമസ് പീലിയാനിക്കൽ വിഷയാവതരണം നടത്തും. വൈകിട്ട് 5-ന് നടക്കുന്ന സമാപന സമ്മേളനം കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം ചെയ്യും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP ബ്രീവൻ അധ്യക്ഷത വഹിക്കും. കുട്ടനാട് കമ്മീഷൻ പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് 5 വർഷം കഴിയുകയാണ്. 5 വർഷം പൂർത്തീകരിച്ച് 5 വർഷം കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ രാമങ്കരി, വെളിയനാട്, മുട്ടാർ, ചമ്പക്കുളം, തലവടി, അതായത് കുട്ടനാട് മധ്യഭാഗത്തുള്ള പാടശേഖരങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 1800 കോടി രൂപയുടെ പ്രോജക്റ്റാണ് മുൻഗണന കൊടുത്തിരുന്നത്. ഇതാണ് നമുക്ക് പാടശേഖരങ്ങൾ അടിസ്ഥാന സൗകര്യം പുറംബണ്ടുകൾ ബലപ്പെടുത്തിയാൽ 20 കോടി രൂപയുടെ വർധനയാണ് ഒരു വർഷം ഉണ്ടാകുന്നത് നെൽകൃഷിയായിട്ട്. നെൽകർഷക സമിതി പ്രസിഡന്റ് PG അശോകൻ ഭാവി പരിപാടികൾ വിശദീകരിക്കും. വാർത്താ സമ്മേളനത്തിൽ നെൽകർഷക സമിതി സെക്രട്ടറി ജോയ്പ്പൻ മാത്യു, പ്രസിഡന്റ് അശോക് കുമാർ എന്നിവർ പങ്കെടുത്തു. മുട്ടാർ പത്തിൽക്കാവ് മുതൽ മണലിൽ കരുകു വരെയുള്ള റോഡ് പുനരുദ്ധാരണ പ്രവൃത്തി പഞ്ചായത്ത് ഭരണസമിതി പദ്ധതി രേഖയിൽ നിന്ന് നീക്കം ചെയ്തതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പദ്ധതി നടത്തിപ്പിനായി പഞ്ചായത്ത് പടിക്കൽ ധർണ നടത്തുമെന്ന് പ്രാദേശിക വികസന സമിതി ഭാരവാഹികൾ അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്,
ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. വാർത്തകൾ തുടരുന്നു. നിയമവിരുദ്ധ ഉച്ചഭാഷണി ഉപയോഗം തടയുക, കോടതി വിധി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബഹുജന കൺവെൻഷൻ സംഘടിപ്പിക്കുന്നു. ആലപ്പുഴ ചടയൻമുറി ഹാളിൽ ഞായറാഴ്ച 3 മണിക്കാണ് കൺവെൻഷൻ നടക്കുന്നതെന്ന് ശബ്ദ മലിനീകരണ നിവാരണ സമിതി പ്രസിഡന്റ് PV സുമനൻ അറിയിച്ചു. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ 2014-2015 വർഷത്തെ ബജറ്റിന് അംഗീകാരമായി. വ്യാഴാഴ്ച പഞ്ചായത്ത് ഹാളിൽ നടന്ന കമ്മിറ്റിയിലാണ് അംഗീകാരം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോജി അധ്യക്ഷത വഹിച്ചു. 2014-15 സാമ്പത്തിക വർഷം 7,79,65,000 രൂപയുടെ ബജറ്റാണ് പാസ്സായത്. ഇതിൽ കാർഷിക മേഖലയിൽ 33,70,75,000 രൂപയും വിവിധ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി 30,07,800 രൂപയുടെ പദ്ധതിക്കും അംഗീകാരമായി. പട്ടികജാതിക്കാരുടെ വികസനത്തിനായി 20,63,000 രൂപയും വകയിരുത്തി. ഇതിൽ 10 ലക്ഷം രൂപ പട്ടികജാതി വിദ്യാർത്ഥികൾക്കായി വീട്ടിൽ ഒരു പഠനമുറി പദ്ധതിക്കായി നീക്കിവെച്ചു. മുഴുവൻ പട്ടികജാതി കുടുംബങ്ങളിലും കുടിവെള്ളം എത്തിക്കുന്നതിനായി 4 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോപ്പൻ ജോയ് വാരിക്കാടാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 2 ലക്ഷം രൂപ യുവജനങ്ങളുടെ കായിക പരിപാടികൾക്കും പരിശീലനത്തിനും നീക്കിവെച്ചിരിക്കുന്നു. ഇതിൽ ബാക്കി വരുന്ന 8 ലക്ഷം രൂപ യുവജനങ്ങളുടെ കായിക അഭിരുചി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കളിസ്ഥലങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിൽ അനുവദിച്ച RO പ്ലാന്റ് അതേ വാർഡിൽ തന്നെ സ്ഥാപിക്കണമെന്ന് ഫ്രണ്ട്സ് പുരുഷ സ്വയം സഹായ സംഘം ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന യോഗത്തിൽ സിജോ മോൻ, ഷിബു VE, ജോസഫ് ദേവസ്യ, ബിജു മൂലയിൽ, പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടനാട് മുൻ MLA ആയിരുന്ന ഈപ്പൻ കണ്ടക്കുടിയുടെ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ 25ാം ചരമവാർഷികത്തിലാണ് സമ്മേളനം. കൈനടി പാരിഷ് ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം ധനകാര്യമന്ത്രി KM മാണി ഉദ്ഘാടനം ചെയ്തു. നിർമ്മിച്ചുവെങ്കിലും അതിന്റെ മധ്യഭാഗം കൂട്ടിച്ചേർക്കാൻ കഴിയില്ല. മധ്യഭാഗം ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു. ആ മധ്യഭാഗത്ത് ഒരു ഊരുകൊണ്ട് ഇങ്ങോട്ട് കയറിക്കൊണ്ടിരുന്നു. അതിന് പരിഹാരമായി നിർദ്ദേശിക്കപ്പെട്ടത് ആ തണ്ണീർമുക്കം പണ്ടിങ്ങനെ ഓപ്പൺ ചെയ്ത് കിടക്കാൻ പാടില്ല, അത് അടയ്ക്കണം എന്നുള്ളതായി. എല്ലാവരും അകത്തു നിന്നു വലിയ ബുദ്ധിമുട്ട്. എങ്ങനെയാ തണ്ണീർമുക്കത്ത് എങ്ങനെയാ പണ്ടുണ്ടാക്കുന്നത്? അതിന് സാങ്കേതിക വിദ്യ അത് അടച്ചു നിന്നപ്പോഴാണ് സൂചിപ്പിച്ചതുപോലെ ഈ പെൺകണ്ടക്കൂടിയ നേതൃത്വ രംഗത്തേക്ക് വന്ന് കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഞാൻ ഓർക്കുന്നു. 22 ദിവസം രാവും പകലും ഉറക്കമില്ലാതെ പ്രവർത്തിച്ചു. കുട്ടനാട് കൃഷിക്കാർ മണ്ഡലങ്ങൾ നിർമ്മിച്ചു. ഞാൻ അന്ന് വരുന്നു. ഞാൻ അവസാനം വന്ന് ആ മണ്ണ് കൂട്ടിപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി 20 നിർമ്മിച്ചു വരികയാണ്. അവസാനം അത് കൂട്ടിപ്പിടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അവസാന സിമിറ്റ് ചാർട്ട് ഇടാനുള്ള ഭാഗ്യം എനിക്കാണ് വന്നത്. ആ സിമിറ്റ് ചാർട്ട് എന്റെ കയ്യിലേക്ക് തരുന്നത് പ്രിയപ്പെട്ട ഈ പെൺകണ്ടക്കൂടിയായിരുന്നു.
കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് അധ്യക്ഷനായിരുന്നു. CF തോമസ് MLA അനുസ്മരണ പ്രഭാഷണം നടത്തി. മുൻ MLA ഡോക്ടർ KC ജോസഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം, ഈപ്പൻ കണ്ടകുടി ഫൗണ്ടേഷൻ ചെയർമാൻ ചെറുകര സണ്ണി ലൂക്കോസ്, കർഷക തൊഴിലാളി യൂണിയൻ മുൻ സെക്രട്ടറി NK കമലാസനൻ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ കുട്ടനാട്ടിലെ റോഡുകളെല്ലാം തോടുകളായി മാറിയെന്ന് കുട്ടനാട് MLA തോമസ് ചാണ്ടി. കുട്ടനാട്ടിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കി തരണമെന്ന് ധനമന്ത്രിയോട് MLA ആവശ്യപ്പെട്ടു. മങ്കൊമ്പ് സിവിൽ സ്റ്റേഷൻ പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു തോമസ് ചാണ്ടി MLA. കഴിഞ്ഞപ്പോൾ റോഡുകളെല്ലാം തോടുകളായി മാറിയിരിക്കുകയാണ്. അങ്ങ് ഞങ്ങളെ ഒന്ന് കൺസിഡർ ചെയ്യണം. ഞാനത് ഇപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നില്ല. ഞാൻ എൻ്റെ കടലാസുകളുമായി അങ്ങയുടെ ഓഫീസിൽ വരുമ്പോൾ ഞങ്ങളെ കടാക്ഷിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൊടുപ്പുന്ന ചാസ് യൂണിറ്റിന്റെയും എടത്വ മഹാജൂബിലി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെയും ആഭിമുഖ്യത്തിൽ സൗജന്യ രക്തഗ്രൂപ്പ് നിർണയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച 2 മുതൽ കൊടുപ്പുന്ന ഹെൽത്ത് സെന്ററിൽ ക്യാമ്പ് പ്രവർത്തിക്കും. കുട്ടനാടൻ ജലാശയങ്ങളിൽ ലവണാംശം വർദ്ധിച്ചത് പുഞ്ചകൃഷിക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചതായി കേരള കർഷക യൂണിയൻ കുട്ടനാട് നിയോജക മണ്ഡലം കമ്മിറ്റി വിലയിരുത്തി. യൂണിയൻ ഭാരവാഹികൾ കുട്ടനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജലം ശേഖരിച്ച് പരിശോധിച്ചതിൽ ഉപ്പുരസം 11 മുതൽ 14%, ലവണാംശം 3 മുതൽ 4% വർദ്ധിച്ചിരുന്നതായി കണ്ടെത്തി. ലവണാംശം 2% അധികരിച്ചാൽ നെല്ലിന് ചിനപ്പ് മുളയ്ക്കില്ല. ഇത് ഉൽപാദനം കുറയാൻ കാരണമാകും. മാത്രമല്ല നെല്ലിന് കരിവ് ബാധിക്കുകയും ചെയ്യും. ഇത്തരം നെല്ല് സംഭരിക്കാൻ ഏജൻസികൾ തയ്യാറാവുകയുമില്ല. ഇത് കടുത്ത പ്രതിസന്ധിക്ക് കാരണമാകും. തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ യഥാസമയം താഴ്ത്തുന്നതിൽ അധികൃതർക്ക് പറ്റുന്ന പിഴവാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ നടക്കുന്നതിനാൽ 22 മുതൽ 24 വരെ ആധാരമെഴുത്ത് ഓഫീസുകൾക്ക് അവധിയായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചരമവാർത്തകൾ. എടത്വ ഉലക്കപ്പാടിയിൽ ജോർജ് സെബാസ്റ്റ്യൻ നിര്യാതനായി. 82 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച 4-ന് എടത്വ സെന്റ് ജോർജ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. നെല്ലിന്റെ സംഭരണ വില 1800-ൽ നിന്നും 2000 ആക്കി ഉയർത്തുമെന്ന ധനകാര്യമന്ത്രി KM മാണി. വിവരാവകാശ നിയമപ്രകാരം മിച്ചഭൂമി രേഖകൾ ആവശ്യപ്പെട്ടപ്പോൾ മണ്ണാൻ വെച്ച അപേക്ഷയായി കണ്ട് വിവരങ്ങൾ തന്നില്ലെന്ന് കേരള മണ്ണാൻ സഭ. മങ്കൊമ്പുകാരുടെ ദീർഘകാല സ്വപ്നത്തിന് ചിറകുമുളച്ചു. മണിമലയാറിന് കുറുകെ മങ്കൊമ്പ് സിവിൽ സ്റ്റേഷൻ പാലം. കുംഭച്ചൂടിൽ ഉടൽവെന്ത് യാത്രക്കാർ. കയറി നിൽക്കാനുള്ള തണലിടങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് നശിപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.